Hey guys, how are you? Today I'm gonna show you Swift VDI. അതിൻ്റെ എ സിയുടെ ഡാഷ്ബോർഡ് റിമൂവിങ് ആണ്. എ സി വർക്കാണ്, ഫുള്ളി സർവീസിങ് ആണ്. ഇപ്പോൾ ഡാഷ്ബോർഡ് ഇളക്കിയിട്ട് എങ്ങനെ സർവീസ് ചെയ്യാം, അതിൻ്റെ പ്രോസസ്സിങ് കാര്യങ്ങളാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. തുടർന്നും ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് കിട്ടുന്നതാണ് നോട്ടിഫിക്കേഷനായി. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ബോയ്സ്, ഇത് നമ്മൾ ഡാഷ് പൊളിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഫോൾട്ട് എന്ന് പറയുന്നത് വെള്ളം ലീക്കേജാണ്. ഈ മാറ്റ് ഉണ്ടോ, ഈ മാറ്റിൻ്റെ ഇടയിൽ ഇവിടെ അത്ര ഈ ഫ്ലോറിൽ വെള്ളമാണ്, ഇവിടെ വെള്ളമാണ്. ഈ വെള്ളം ഇവിടെ ഈ ഇവാപറേറ്ററിൻ്റെ വെള്ളം വെളിയിൽ പോകാണ്ട് ഇതിൻ്റെ അകത്ത് മൊത്തം ഡസ്റ്റാണ്. ഈ ബോക്സിൻ്റെ അകത്ത് മൊത്തം ഡസ്റ്റ് പിടിച്ചിട്ട് മണ്ണ് ബ്ലോക്കായിരിക്കണം. അപ്പോൾ ഞാൻ ഈ ഡാഷ്ബോർഡ് മൊത്തം ഇളക്കിയിട്ട് കാണിച്ചു തരാം ഇതിൻ്റെ മണ്ണ് സർവീസ് ചെയ്ത് റീഫിക്സിങ് എങ്ങനെയാണെന്നുള്ളത്. നമുക്ക് അതിന് വേണ്ടി ഈ ഡാഷ്ബോർഡ് മൊത്തം ഇളക്കേണ്ടതുണ്ട്. ഫ്ലോയും വളരെ കുറവാണ്. ഗോയ്സ്, നമ്മൾ സ്വിഫ്റ്റ് VDI ഇതുവരെ ആയിട്ടുണ്ട് ഇളക്കിയത്. ഇമ്മൊബിലൈസർ സിസ്റ്റം ഇളക്കി മാറ്റി, ഇൻഡിക്കേറ്റർ ലിവർ ഇളക്കി മാറ്റി, EPS ഇലക്ട്രോണിക് പവർ സ്റ്റിയറിങ്ങിൻ്റെ മോഡ്യൂളാണ് ഇത്. ഇതിൻ്റെ മോട്ടറാണ്. ഇതാണ് ഇതിനെ ഫ്രീ ആക്കുന്നത്. നമുക്ക് ഇളക്കേണ്ട ബോക്സ് ഇതാണ്. ഇതിൻ്റെ അകത്താണ് ഇവാപറേറ്റർ അഥവാ കൂളിംഗ് കോയിൽ എന്ന് പറയുന്ന സാധനം ഇരിക്കുന്നത്. ഇത് ഇളക്കി നമുക്ക് സർവീസ് ചെയ്യണം. അതിന് ഇതൊക്കെ ഓരോന്നായിട്ട് ഇളക്കി മാറ്റണം. ഇതിൻ്റെ PCM ആണ്, ബോഡി കൺട്രോൾ യൂണിറ്റാണിത്. ഇതിൽ സെക്യൂരിറ്റി പ്രോഗ്രാമൊക്കെ വരുന്നുണ്ട്. സെക്യൂരിറ്റി പ്രോഗ്രാമൊക്കെ ഇതിലുണ്ട്. ഇതിൻ്റെ ഫ്യൂസ് ബോക്സ്. ഗോയ്സ്, നമ്മൾ ഡാഷ്ബോർഡ് ഇപ്പോൾ ഈ പരുവായിട്ടുണ്ട്. ഇനി നമുക്കിത് ഇളക്കി വെളിയെടുക്കണം. ഇവാപറേറ്ററിൻ്റെ അകത്താണ് ഇരിക്കുന്നത്. സ്റ്റിയറിങ്ങൊക്കെ ഇളക്കി താഴ്ത്തിയിട്ടിട്ടുണ്ട്. ഫുള്ള് ഇളക്കിയിട്ടിട്ടാണ്. ഇനി ഡാഷ് ഇളക്കി മാറ്റുക, ക്രോസ് ഇളക്കി മാറ്റുക, അങ്ങനെ ഓരോന്നായിട്ട് എടുക്കേണ്ടതുണ്ട്. ഗോയ്സ്, ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. തുടർന്ന് ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. നമ്മുടെ ഇവാപറേറ്റർ ബോക്സ് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ഇളക്കേണ്ടതുണ്ട്. ഇത് ഇളക്കിയെടുത്തിട്ട് കാണിച്ചു തരാം. ഗോയ്സ്, നമ്മളെ കൂളിംഗ് ബോക്സ് അവിടെ നിന്ന് ഇളവിയിട്ടുണ്ട്. ഇപ്പോൾ ഇളകി പുറത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് സാധനം. ഇതിൻ്റെ അകത്താണ് ഇവാപറേറ്റർ ഇരിക്കുന്നത്. ഇത് നമുക്ക് ഇളക്കി സർവീസ് ചെയ്യേണ്ട ആവശ്യതയുണ്ട്. ഇത് പതുക്കെ ഇളക്കി സർവീസ് ചെയ്യണം. നെക്സ്റ്റ് സ്റ്റെപ്പ് അതാണ്. ഫ്രണ്ടിൽ ഇവിടെ അത്രയും ബോൾട്ടാണ്. വെള്ളം ഇളക്കിയെങ്കിലേ ഇത് വരുവുള്ളൂ. ഗോയ്സ്, നമ്മളെ കൂളിംഗ് കോയിൽ പൊളിച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ബ്ലോവർ, ഇവാപറേറ്റർ എല്ലാം പൊളിച്ച് വെച്ചിട്ടുണ്ട്. ഫുള്ള് ബ്ലോക്കാണ് ഗോയ്സ്. ഇതിനെയാണ് നമുക്ക് സർവീസ് ചെയ്യേണ്ടത്. ഇതിനു വേണ്ടിയാണ് നമ്മളിത് ഇളക്കിയത്. ഇത് ഇളക്കി മൊത്തം സർവീസ് എടുക്കണം.
ഗോയ്സ് നമ്മൾ എവാപറേറ്റർ ഇപ്പം നല്ല ക്ലീൻ ആയിട്ടുണ്ട്, ഫുൾ അഴുക്കും പോയിട്ടുണ്ട്. ഇനി നമ്മളിത് ഫിറ്റ് ചെയ്യുന്നു. ഫുൾ അഴുക്ക് പോയിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത പ്രോസസ്സിങ് എന്ന് പറഞ്ഞാൽ ഫിറ്റിംഗ് ആണ്. ഗോയ്സ് നമ്മളെ ഗ്യാസ് ഫില്ലിംഗ് ആണ് അടുത്ത. ഫുള്ള് ഫിറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അടുത്തായിട്ട് 134ൻ്റെ ഗ്യാസ് ഫില്ലിംഗ് ആണ്, കാണിച്ചു തരാം. ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഫുള്ള്. ഇപ്പം എല്ലാം ഓക്കെയാണ്. ആകാശവാണി അനന്തപുരി FM, സമയം 1 മണി. ഇനി മുംബൈ. ഫുള്ള് ഫിനിഷിംഗ് ആണിത്. അടുത്ത ഗ്യാസ് അടിച്ചാൽ മതി. ഇതിപ്പോൾ ഫുള്ള് ഫ്ലോ ഒക്കെ, എയർ ഫ്ലോ ഒക്കെ നല്ല എയർ ഫ്ലോ ആണ്. ഇപ്പം നേരത്തെ ബ്ലോക്ക് ആയിരുന്നു, ഇപ്പം നല്ല എയർ ഫ്ലോ ആണ്. അടുത്ത പരിപാടി ഗ്യാസ് അടിയാണ്.